മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈതാരത്ത്. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാവേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണ തലപ്പത്തു നിന്നും മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിന്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിയമസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശശീന്ദ്രന്റെ കൊലപാതക കേസിലും മലബാർ സിമന്റ്സ് 400 കോടിയുടെ അഴിമതി കേസിലും വിചാരണ നടത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനും പ്രതികളെ രക്ഷിക്കാനുമാണ് തുടരന്വേഷണവും പുനരന്വേഷണവുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ അഴിമതി നടന്നത് UDFന്റെ കാലത്താണ്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ആ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ LDFന് എന്താണ് ബാധ്യത എന്ന് രാഷ്ട്രീയമായി ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അത് ചോദിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും കക്ഷിയുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവരെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് പറയേണ്ടി വരും. വലതുപക്ഷവും ഇടതുപക്ഷവും മധ്യപക്ഷവും എല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്. ഇത്തരം കാര്യങ്ങളിൽ അവരൊരുപോലെയാണ് എന്ന് വരുന്നു. ഈ ഗൗരവമാർന്ന ഒരു വിഷയമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത്. ഇതിന് ഇപ്പോൾ രാധാകൃഷ്ണന് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ CBIയുടെ കുറ്റപത്രവും റിപ്പോർട്ടും ഞങ്ങളുടെ കൈവശമുണ്ട്. ആർക്കും വായിക്കാൻ കഴിയുന്നതാണിത്. അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, പ്രചരിപ്പിച്ചതാണ്. എല്ലാവരും അത് വായിച്ചിട്ടുള്ളതാണ്. ഈ അഴിമതി കേസിലെ പ്രതിയായ മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി കിടപ്പിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 2 മാസത്തേക്ക് അദ്ദേഹം കിടക്കുന്നിടത്ത് നിന്ന് ഉണരുന്നത് വരെ 2 മാസത്തേക്ക് ഈ വിചാരണ സ്റ്റോപ്പ് ചെയ്യാൻ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുക. ഏറ്റവും വിചിത്രമായൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. കഴിഞ്ഞ ദിവസം WPC 39538 നമ്പറായിട്ട് ഒരു കേസിനകത്ത്, എന്റെ കേസാണ്, ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തൊരു കേസിലാണ് ഈ അഴിമതി കേസ് വിചാരണ നടത്താതെ ഇങ്ങനെ അനിശ്ചിതമായി വെച്ചിരിക്കുകയാണ്. അത് ഫ്രീസറിലിരിക്കുകയാണ്. ഈ നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് കോടതിക്ക് നിർദ്ദേശം കൊടുക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 2 വർഷം മുമ്പ് ഇവരുടെ ഡിസ്ചാർജ് പെറ്റീഷന്മേലും പുനരന്വേഷണം നടത്തേണ്ട പെറ്റീഷന്മേലും പാലക്കാട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള DYSP കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് ഈ കേസ് വളരെ കൃത്യമായി അന്വേഷണം നടത്തി ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടുള്ളതാണ്. ഈ പരിശോധിച്ചതിൽ കൂടുതൽ തെളിവുകളോ ആ പരിശോധിച്ചത് വസ്തുതാപരമല്ല എന്നോ പറയാൻ കഴിയുന്ന ഒരു വിവരവുമില്ല. അതുകൊണ്ട് ഈ കേസ് വിചാരണയ്ക്ക് വിധേയമാക്കണം എന്നാണ് DYSPയുടെ സ്റ്റേറ്റ്മെന്റ്. മലബാർ സിമന്റ്സ് കമ്പനിയിൽ 400 കോടിയുടെ അഴിമതി നടന്നതിന്റെ രേഖകളും തെളിവുകളും കൈവശമുള്ളതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കേസിൽ സാക്ഷികളാവേണ്ട മക്കളും പിന്നീട് ഭാര്യയും ഉൾപ്പെടെ മറ്റു ചിലരും കൊല്ലപ്പെട്ടു. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും IAS ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാർ പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, PS ദിനേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.